ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് മന്തി നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മന്തിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇവിടെ അടുപ്പത്തൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായതിനു ശേഷം അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ 2 കഷ്ണം കറുവാപ്പട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായും കൂടെ, ഒരു 5-6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 3/4 ടീസ്പൂൺ മല്ലിയാണ് ചേർക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 2 ഉള്ളിയും 2 ക്യാപ്സിക്കും കട്ട് ചെയ്തതാണ് ചെറുതായിട്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി വാടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ്, കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂണാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായി വാടിയതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഞാൻ ഇവിടെ റൈസിന് വേണ്ടി എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഒരു അരമണിക്കൂർ മുമ്പേ ഞാൻ ഈ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള റൈസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം.
അപ്പോൾ ഒരു 9 വിസിലടിച്ചതിന് ശേഷം നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേറൊരു പാത്രം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീഫിൻ്റെ മസാല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ മുകളിലോട്ട് റൈസ് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 4 പച്ചമുളകും കൂടെ അതിൻ്റെ മുകളിൽ കുത്തി വെക്കുന്നുണ്ട്. ഇനി ഞാനൊരു ചെറിയ പാത്രത്തിൽ കനലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്, നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.